BLDC ഫാനാണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ BLDC ഫാൻ എന്താണെന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല. BLDC ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഷ്ലെസ് DC മോട്ടോർ യൂസ് ചെയ്തിട്ടുള്ള ഫാനാണ്. സാധാരണ നമ്മൾ കൺവെൻഷനലി യൂസ് ചെയ്യുന്ന ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്ഷൻ മോട്ടോർ ബേസ്ഡ് ഫാൻസ് ആണ്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഈ ടെക്നോളജിയിലേക്ക് വന്നപ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറയുന്നത് വളരെ എഫിഷ്യൻ്റ് ആണ് ഈ ഇത്തരം ഫാനുകൾ. അപ്പോൾ ഇതിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 28 വാട്ടാണ് ഒരു ഫാൻ കൺസ്യൂം ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ കൺവെൻഷണൽ ഫാനുകൾ നമ്മൾ സാധാരണ പണ്ട് മുതലേ കണ്ടു തുടങ്ങുന്ന ഫാനുകൾ ഒരു 70-74 വാട്ട് യൂസ് ചെയ്യും. അപ്പോൾ അതിന്റെ 1/3 പവറേ ഇത്തരം ഫാനുകൾ യൂസ് ചെയ്യണുള്ളൂ. അപ്പോൾ നമുക്ക് അത്രയും എനർജി സേവ് ചെയ്യാം. അപ്പോൾ കമ്പനി പറയണത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഈ ഫാന് മറ്റേ ഫാനായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു വർഷം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1500 രൂപ നമുക്ക് ഒരു വർഷം സേവ് ചെയ്യാമെന്നാണ്. ഈ ഫാനിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 2500 രൂപയാണ്. അപ്പോൾ നമ്മൾ 2 വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ബ്രേക്ക് ഈവൺ ആക്കാം. അപ്പോൾ അത്ര എഫിഷ്യൻ്റ് ആണ് ഇത്തരം ഫാനുകൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ലൈറ്റും ഫാനുമാണ്. ഫ്രിഡ്ജിലും കൂടുതൽ നമ്മൾ ഇപ്പോൾ ഫ്രിഡ്ജുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 100 വാട്ടാണ് ഇപ്പോൾ വരുന്നത്. പക്ഷെ നമ്മൾ ഈ സാധനം ഫാനുകൾ എത്ര എണ്ണം ഉണ്ടാവും നമ്മുടെ വീട്ടിൽ? എല്ലാ മുറിയിലും ഓരോരുത്തർ വെച്ച് ഓണാക്കി കഴിഞ്ഞാൽ ഒരുപാട് കൺസംഷൻ തന്നെ ഒരു മേഖല ലൈറ്റും ഫാൻസുമാണ്. അപ്പോൾ നമ്മൾ LED ലൈറ്റ്സിലേക്ക് എല്ലാവരും ഇപ്പോൾ മാറി. അപ്പോൾ ഫാൻസും BLDCയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അത്രയും എനർജി സേവ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെഗുലേറ്റർ യൂസ് ചെയ്യാൻ വഴിയില്ല. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ റെഗുലേറ്റർ ഉണ്ട് നമുക്ക്. അപ്പോൾ ഇത്തരം ഫാനുകളിൽ എങ്ങനെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് കമ്പനി റിമോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഓൾറെഡി ഉള്ള വീട്ടിലേക്ക് ഇത്തരം ഫാനുകൾ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഫേസ് കണക്ഷൻ അല്ല, നമുക്ക് സാധാരണ ഫാനുകൾ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. നമുക്ക് തന്നെ സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ റെഗുലേറ്റർ നമ്മൾ ഷോർട്ട് ചെയ്യണം. റെഗുലേറ്റർ നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട് ആ വയർ ഷോർട്ട് ചെയ്ത് കൊടുക്കണം സ്വിച്ച് ബോർഡിന്റെ അകത്ത്. ബാക്കിയെല്ലാ കണക്ഷനും സെയിം ആണ്. ഫാൻ ഓൺ ആക്കാനായിട്ട് റിമോട്ടിനകത്ത് ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ പവർ ഓൺ സ്വിച്ച് ഉണ്ട്, 5 ലെവൽ ഓഫ് സ്പീഡ് ഉണ്ട്, പിന്നെ ബൂസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മോഡും കൂടി ഉണ്ട്. നമുക്ക് ഏതായാലും ഇതിന്റെ അൺബോക്സിംഗിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ഏതെങ്കിലും സംഭവം അൺബോക്സ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഫാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്, ഞാൻ പറയാൻ മറന്നുപോയി. ആമസോണിലെ ആറ്റംബർഗ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അത് നേരത്തെ ഗൊറില്ല എന്ന് പറഞ്ഞ ബ്രാൻഡായിരുന്നു. അപ്പൊ അവരിപ്പോ നെയിം ചേഞ്ച് ചെയ്താണെന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും അതിലേക്ക് കടക്കാം. അപ്പോൾ ആമസോണിന്റെ പാക്കിങ്ങും അതിന് മേലെ ആറ്റംബർഗിന്റെ സ്റ്റിക്കറൊക്കെ ആയിട്ടാണ് വരുന്നത്. സാധാരണ ഇതിൽ ആമസോണിന്റെ ഒരു പ്രൈം സ്റ്റിക്കറൊക്കെ ആയിട്ടാണ് വരിക. പക്ഷെ ഇത്തവണ നമുക്ക് ആറ്റംബർഗ് ഡയറക്റ്റ് ആയിട്ടാണ് വലിയ കേസിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന്റെ മെയിൻ ഹെഡാണ്, അതിൻ്റെ അകത്താണ് മോട്ടർ, ഇതിന്റെ ബ്ലേഡാണ് നമ്മുടെ. അപ്പോൾ ഇത് 1.2 മീറ്റർ, ഇത് സാധാ ഫാനിന്റെ അത് നീളൊക്കെ തന്നെയാണ്. ഒരു വ്യത്യാസമൊന്നുമില്ല, ചെറിയ ഫാനൊന്നുമല്ല. നമ്മൾ ആക്ച്വലി 3 ഫാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടാമത് വന്ന യൂണിറ്റ് ആണ്. ഇതെന്തായാലും ഒരു ഗോൾഡ് ഷെയ്ഡാണ്. മറ്റേ ഫാനുകൾ ഒരു ബ്രൗൺ ഷെയ്ഡായിരുന്നു. നമുക്ക് കിട്ടിയ രണ്ടാമത്തെ മോഡലിൻ്റെ ബ്ലേഡിൻ്റെ കളർ ഇതാണ്, ഒരു ഗോൾഡൻ ഷെയ്ഡാണ് നമുക്ക് കിട്ടിയത്. സെക്കൻഡ് ഫസ്റ്റ് മോഡൽ നമ്മൾ വാങ്ങിയത് ഒരു ബ്രൗൺ ആയിരുന്നു, ഡാർക്ക് ബ്രൗൺ. അപ്പോൾ നമുക്ക് സൈഡിലേക്ക് വെച്ചിട്ട് മെയിൻ യൂണിറ്റ് നോക്കാം അതിലെന്തൊക്കെയാണ് ഉള്ളത്. നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്നതാണ്. ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായി, പക്ഷെ അതത്ര സംഭവമായിട്ട് ചെയ്തതല്ല. അപ്പോൾ ഇതിൽ നമുക്ക് അതിന് തന്നെ ഒരു റോഡുണ്ട് താഴേക്ക് നിൽക്കാനായിട്ട്. പിന്നീട് അതിൻ്റെ കൂടെ 2 കപ്പ് വരുന്നുണ്ട്, ആറ്റംബർഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ യൂണിറ്റ് ഉണ്ട്. അതുപോലെ ഇതാണ് അതിൻ്റെ റിമോട്ട്. നമ്മൾ സാധാരണ TV-യിലൊക്കെ യൂസ് ചെയ്യണ പോലത്തെ റിമോട്ടാണ്. ഇപ്പോൾ റിമോട്ടിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പവർ ബട്ടൺ ഉണ്ട് റെഡ്, പിന്നെ 5 സ്റ്റെപ്പ് സ്പീഡ് ഉണ്ട്, 1 2 3 4 5. പിന്നെ ഒരു ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടണും ഉണ്ട്. ബൂസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ 5-നേക്കാളും സ്പീഡ് കൂടിയ ബട്ടണാണ്. പിന്നെ 5 ടൈമറിൻ്റെ ബട്ടണുകളുണ്ട്, വേറെ 4 സെറ്റ് ടൈമർ ബട്ടണുകളുണ്ട്. പിന്നെ ഒരു സ്ലീപ്പിൻ്റെ ബട്ടണിൽ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 5-ലിട്ടിട്ട് കിടന്നുറങ്ങിയാണ് സ്ലീപ്പ് നിൽക്കുകയാണെങ്കിൽ ഓരോ മണിക്കൂറിലും സ്പീഡ് ഓരോ സ്റ്റെപ്പ് വെച്ച് കുറയും.
അപ്പോൾ നമുക്ക് രാത്രിയാകുമ്പോൾ നല്ല തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ലീപ്പിൽ നിൽക്കുകയാണെങ്കിൽ 5-ലിട്ടിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ ഒരു രാത്രി 2 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല ചൂടായിരിക്കും, നല്ല തണുപ്പായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അത് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ആ സ്ലീപ്പ് ബട്ടൺ യൂസ് ചെയ്യാം. പിന്നെ ടൈമറുണ്ട്, 1 അവർ 2 അവർ 3 അവറും പിന്നെ ഒരു 6 അവറിൻ്റെ ടൈമറും ഉണ്ട്. പിന്നെ അതിൽ യൂസ് ചെയ്യണത് ബാറ്ററി കമ്പനി തന്നെ ഒരു സെറ്റ് തന്നിട്ടുണ്ട്, AAA ബാറ്ററിയാണ് യൂസ് ചെയ്യണത്. പിന്നെ നമുക്ക് വരുന്നത് മെയിൻ യൂണിറ്റാണ്. അതിൻ്റെ കൂടെ ഇതത് ഫിറ്റ് ചെയ്യാനുള്ള അക്സസറീസ് തന്നെയാണ്, സ്ക്രൂ ഒക്കെ. ഇതതിൻ്റെ മെയിൻ യൂണിറ്റ്. ഇതിൻ്റെ അകത്താണ് സാധാ പുതിയ ടൈപ്പ് ഓഫ് BLDC മോട്ടറൊക്കെ യൂസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിന് 2 ഫേസ് ന്യൂട്രൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിന് കപ്പാസിറ്റർ ഒന്നുമില്ല. സാധാരണ നമ്മൾ മോട്ടർ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിലാണ് കപ്പാസിറ്ററൊക്കെ കാണുക, അത് ഇതിലില്ല. ഇത് ആക്ച്വലി പവർ ഇലക്ട്രോണിക്സ് ആണ് യൂസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നത്. പിന്നെ നമ്മൾ റിമോട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ TV-യിൽ ഒരു ഇൻഡിക്കേഷൻ കിട്ടുമല്ലോ, അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ റിമോട്ട് യൂസ് ചെയ്യുമ്പോഴും ഒരു റെഡ് ലൈറ്റ് ഇവിടെ ഇൻഡിക്കേഷനായിട്ട് വരും. അപ്പോൾ നമ്മൾ 3 ഫാനിൻ്റെ 3 ബ്ലേഡുകളും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് റോഡും കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ റോഡിനകത്തേക്ക് നമ്മൾ 2 കപ്പും കയറ്റി, അതിനുശേഷം നമ്മൾ ഒരു 1.5 അടിയോളം നീളമുള്ള ഒരു 2 വയർ റെഡ് ബ്ലാക്ക് പിടിച്ച് അകത്തേക്ക് കയറ്റി. അപ്പോൾ ഇതിനകത്തൊരു വെട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്, ആ പോർഷനാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഷാഫ്റ്റിലേക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ ഷാഫ്റ്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ നട്ടും ബോൾട്ടും ഇട്ട് പിന്ന് ലോക്കും ചെയ്ത് വയ്ക്കുകയാണ് വേണ്ടത്. അതിൻ്റെ കണക്ഷന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതിലകത്തൊരു പ്രൊവിഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു ഹോള്. അപ്പോൾ ആ ഹോള് വഴി ഇതിൻ്റെ അകത്തുകൂടി വന്ന് ഇപ്പുറത്തെ ആ ഹോള് വഴി താഴേക്ക് ഇറങ്ങണം. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുക, പില്ലോക്ക് ഇടുക, 2 വയറും. എടുത്തോ. ഇതിന് ഫൈനലായിട്ട് നമ്മൾ പിന്നും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ കണക്ഷനും കൂടി കൊടുക്കാനുണ്ടോ. അപ്പോൾ ഇതിൻ്റെ ബ്ലാക്കിലേക്ക് നമുക്ക് ബ്ലാക്കും അപ്പോൾ നമ്മൾ
കണക്ഷനൊക്കെ കൊടുത്തു, ബോൾട്ട് ചെയ്തു. അപ്പോൾ മൗണ്ട് ചെയ്ത് കണക്ഷനൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓണാക്കി നോക്കാം വർക്ക് ചെയ്യുമ്പോൾ. നമ്മളെന്തായാലും ഇപ്പോൾ കണക്ഷൻ കൊടുത്തു, മൗണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് സ്വിച്ച് ഓൺ ആക്കിയാൽ മതി. അപ്പോൾ നമ്മൾ സ്വിച്ച്, ഫാനിൻ്റെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തും. അപ്പോൾ ഫാനിപ്പോൾ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേഷൻ ലൈറ്റ് വരും, റെഡ് കളർ ലൈറ്റ് വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഫാൻ ഓണായി സ്റ്റാൻഡ് ബൈയിലാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫാന് കറങ്ങണമെങ്കിൽ പവർ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഫാൻ കറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഇനി നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഇനിയിപ്പോൾ ഏത് സ്പീഡിലേക്ക് വേണമെങ്കിലും പോകാം. അതിനകത്ത് 5 സ്പീഡും ഉണ്ട്, ബൂസ്റ്റും ഉണ്ട് ഞാൻ പറഞ്ഞു. അത് ഇനിയിപ്പോൾ ഇപ്പോൾ തേർഡിലാണ് കറങ്ങുന്നത്. ഇനിയിപ്പോൾ ബൂസ്റ്റ് ഞെക്കി കഴിഞ്ഞാൽ ഒരു ലൈറ്റ് കൂടി കത്തും. അപ്പോൾ ലൈറ്റ് കത്തി കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്തു നമ്മൾ ഞെക്കിയതെന്നാണ് അതിൻ്റെ അർത്ഥം. അതിപ്പോൾ ഹയസ്റ്റ് സ്പീഡാണ്. സാധാരണ ഫാനിലുള്ള 5 സ്പീഡ് കഴിഞ്ഞിട്ട് ഒരു സ്പീഡ് എന്നുള്ള ഒരു സ്റ്റെപ്പ് കൂടി എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. നല്ല ഫാസ്റ്റ് സ്പീഡ് കിട്ടും. നമ്മൾ ഫസ്റ്റിലേക്ക് പോകാം. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ BLDC മോട്ടറിൻ്റെ ഇൻസ്റ്റലേഷൻ. അപ്പോൾ ഈ സംഭവം നിങ്ങൾക്ക് വാങ്ങുന്നതിന് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആറ്റംബർഗ് എന്ന് പറയുന്ന കമ്പനിയുടെ പേര്. അപ്പോൾ ഇതിപ്പോൾ ഇതിന് വാറൻറ്റിയൊക്കെ അവർ പറയുന്നുണ്ട്. 2 years വാറൻറ്റിയാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനകത്ത് ഒരു സ്ലിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് കോൺടാക്ട് ചെയ്തത് അതിന് വാറൻറ്റി ഒക്കെ എടുക്കാം. അപ്പോൾ ഇതിനകത്ത് ആകെ ഉള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ റിമോട്ടാണ്. റിമോട്ട് മിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തപ്പി ഇടണം. മറ്റേത് നമുക്ക് സ്വിച്ച് അവിടെ തന്നെ ഉണ്ടെന്നുള്ള ഒരു എപ്പോഴും ഒരു ഇതുണ്ടല്ലോ. പക്ഷേ ഈ റിമോട്ട് എവിടെയെങ്കിലും മാറി വെച്ച് കഴിഞ്ഞാൽ തപ്പി അടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് വെട്ടി തന്നെ ഇരുന്നിട്ട് സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. റെഗുലേറ്ററിൻ്റെ അടുത്തേക്ക് പോകണ്ട. ഈ ഫാൻ ഓരോ പൊസിഷനിൽ എവിടെയാണ് നിൽക്കണമെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് ഇൻവെർട്ടർ ഉണ്ട് ഇതിനകത്ത്. നമ്മൾ സാധാരണ ഇൻവെർട്ടർ പോലെ 3 phase ഇൻവെർട്ടർ ഉണ്ട്. അപ്പോൾ ആ ഇൻവെർട്ടർ ഓരോ പൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ പൊസിഷൻ അനുസരിച്ച്. അപ്പോൾ ആ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡും ഇത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടറിയാണ്. പക്ഷെ സംഭവം എഫിഷ്യൻ്റ് ആണ്. സാധാരണ ഫാനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ എഫിഷ്യൻ്റ് ആണ്. 1/3 പവറാണ്. ഒരുപാട് എനർജി സേവ് ചെയ്യാം. ഇതാണ് ഫ്യൂച്ചർ. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് നമ്മൾ എന്തായാലും പോകണമല്ലോ നമ്മളിപ്പോൾ. അപ്പോൾ എല്ലാവരും ഇത് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.